ബഹുസ്വരത നിലനിൽക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിരവധി മതങ്ങളും ജാതികളും ഉപജാതികളും കോടാനക്കോടി ആചാര അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഏക സിവിൽ കോഡ് പ്രാക്ടിക്കലാണോ എന്നുള്ളത് 100,000 വട്ടം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ഭരണഘടനയിലുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, പറ്റുമെങ്കിൽ അതാവാം. പക്ഷെ അതിന്റെ മുമ്പ് എഴുതി വെച്ചൊരു കാര്യമുണ്ട്, അത് നമ്മളിവിടെ വിസ്മരിക്കുക. അതെന്താ? സമ്പൂർണ്ണ മദ്യനിരോധനം. ഗാന്ധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ കൊണ്ടുവരേണ്ട കാര്യത്തിലൊന്ന് സമ്പൂർണ്ണ മദ്യനിരോധനം. ഇവിടെ നമ്മളിപ്പോ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഒരാൾ ക്യാമ്പയിന് വിളിച്ചു, സക്കാഫി ഒന്ന് വരണം. എന്താ? അവിടെ ഒന്ന് ഓടും വേണം, അതിന്റെ ഗ്രൗണ്ടിൽ കൂടെ ഓടണം. ഓടുന്ന നല്ല കാര്യമാണ്, എക്സസൈസ് ആയല്ലോ. പിന്നെ മദ്യത്തിനെതിരെ, മദ്യമല്ല MDM മയക്കമരുന്ന് ഡ്രഗ്സിനെതിരെ ഒന്ന് പ്രസംഗിക്കണം. അപ്പൊ ഞാൻ പ്രസംഗിക്കാൻ വരികയാണെങ്കിൽ ഡ്രഗ്സ് മാത്രമല്ല മദ്യം മൊത്തം നിർത്തണം എന്നാ പറയാൻ പോകുക. അത് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ പ്ലീസ് എന്നെ മാത്രം ക്ഷണിച്ചാൽ മതി. ഞാനിത് പറയാനുള്ള അടുത്ത ദിവസം MDM ആയിട്ട് ഒരുത്തനെ പോലീസ് പിടിച്ചു. അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോ SI അവനെ പിടിച്ചിങ്ങനെ കൊടയാൻ, ഇത് തെറ്റാന്ന് നമുക്ക് അറിഞ്ഞൂടാ, അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തവനെ ഇതാക്കുമ്പോ അവൻ പറഞ്ഞു, സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാർ അത് കേൾക്കോ? എന്താണ് പറയാനുള്ളത്? സാറേ എനിക്കിതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, ഞാൻ ഇതിന്റെ അഡിക്റ്റായി പോയി. ഏതുപോലെ സ്ഥിരമായിട്ട് 2 പെഗടിക്കാതെ ഉറക്കം വരാത്ത എത്ര ആൾക്കാരുണ്ട് സാറേ. ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിലൂടെ ബീറും ബിസ്കിയും വേറുള്ള സാധനം ഒക്കെ കൊടുക്കുകയാണ്, ക്യൂ നിന്ന് മേടിക്കുകയാണ്. അത് ഗവൺമെന്റ് ഇവിടെ അംഗീകരിച്ചിരിക്കുകയാണ് സാറേ. അതുപോലെ ഈ സാധനം ബീവറേജിന്റെ കോർപ്പറേഷനിൽ ഒരു സ്റ്റോർ തുറന്നിട്ട് ഈ MDM കഞ്ചാവും ഒക്കെ അവിടെ കുറേശ്ശെ തന്നാൽ മതി ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് അതും ഇതും എന്താ ഡിഫറൻസ്? തിരുവനന്തപുരം ജില്ലയിലെ അഫാൻ MDM അടിച്ചത്, കഞ്ചാവല്ല അടിച്ചത്, ബ്രൗൺ ഷുഗർ അല്ല അടിച്ചത്. ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് മേടിച്ച മദ്യം കൊണ്ടുപോയി കുടിച്ചിട്ടാണ് സ്വന്തം ഉമ്മയെ കൊന്നു കളഞ്ഞത്, സ്വന്തം കാമുകയെ അറുത്ത് കളഞ്ഞത്. തീർന്നില്ല, 13 വയസ്സായ അനുജനെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തി കളഞ്ഞത്. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ സ്വന്തം ഉമ്മാനെ ക്യാൻസർ പിടിച്ചിട്ട് തലക്ക് ബ്രെയിൻ ട്യൂമറായി ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഉമ്മാന്റെ തലക്ക് 36 കുത്തുകുത്തി കൊന്നതും മദ്യം അകത്തിരുന്നതിന്റെ പേരിലാണ്. അതുകൊണ്ട് മദ്യം നിർത്തണമെന്നാവണം നമ്മുടെ അജണ്ട. ഇസ്ലാം പറയുന്നത് മയക്കമരുന്ന് മാത്രം നിരോധിച്ചാൽ പോരാ. കല്ല് പാടില്ല, ചാരായം പാടില്ല, കഞ്ചാവ് പാടില്ല. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. ഒക്കെ ഹറാമാണ്, നിഷിദ്ധമാണ്, നിർത്തണമെന്നാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ലോകത്ത് ആദ്യമായി മദ്യം നിർത്തിയ നേതാവാരാണ്? ഒരേ ഒരു നേതാവേ ഉള്ളൂ നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു സ്റ്റേറ്റിലും സമ്പൂർണ്ണ മദ്യ നിരോധനം കൊണ്ടുവന്ന് പ്രാക്ടിക്കലാക്കാൻ ഒരാൾക്കും സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് വരെ സാധിച്ചിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് വരെ ഒരു സമ്പൂർണ്ണ മദ്യ നിരോധനം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എന്നാൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചെല്ലുന്ന കാലത്ത് അവിടെ കള്ളുകുടിയന്മാരുണ്ട്, അവിടെ കള്ള് ഷാപ്പുണ്ട്, അവിടെ മദ്യവിൽപ്പനയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു വഹി അറിയിച്ചു കൊടുത്തു, നബിയെ മദ്യത്തിൽ കുറഞ്ഞ ഉപകാരമുണ്ട്, അതിനേക്കാൾ ഉപദ്രവമുണ്ട്. ഈ ആയത്തിറങ്ങിയപ്പോൾ ഒട്ടുമുക്ക ബുദ്ധിയുള്ളവരും മദ്യമായി വിട പറഞ്ഞു പോയി. രണ്ടാമത്തെ ആയത്തിറങ്ങിയത് എന്താണ്? നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, വലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ. നിസ്കരിക്കാൻ വരുമ്പോ നിങ്ങൾ മദ്യപാന്മാരായി വരാൻ പാടില്ല. ഈ ആയത്തിറങ്ങിയപ്പോ ഒട്ടുമിക്ക ആളുകളും മദ്യത്തിനോട് വിട പറഞ്ഞു. പക്ഷേ മദീനയിൽ അപ്പോഴും കള്ള് ഷാപ്പുണ്ടായിരുന്നു, കുടിക്കുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. അതിൽ പലരും മുസ്ലിമീങ്ങളും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ആയത്തിറങ്ങുകയാണ് മദ്യത്തിനെതിരെ. എന്താണ് ആയത്ത്? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. കള്ള്
കല്ല് നിഷിദ്ധമാണ്, ചൂതാട്ടം നിഷിദ്ധമാണ്, മദ്യം മുഴുവൻ ഹറാമാണ്, നിഷിദ്ധമാണ്, വിലക്കി എന്നായത്തിറങ്ങിയപ്പോ മദീനയിൽ കല്ല് കുടിച്ച ആളുകൾ അതാ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വന്നിട്ട് യാ റസൂലല്ലാഹ് തങ്ങളെ ആയത്തിറങ്ങണേന്റെ മുമ്പ് കുടിച്ചതാണ്, മാപ്പ് തരണമെന്ന് പറഞ്ഞ് വായേല് കൈയിട്ടിട്ട് കുടിച്ച മദ്യം ഹബീബായ തങ്ങളുടെ മുമ്പിൽ ഛർദിച്ച എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടെന്നിട്ടോ. മാത്രമല്ല കള്ള് ഷാപ്പ് നടത്തിയിരുന്ന പലരും ഒരു വലിയ വടിയങ്ങെടുത്തിട്ട് കള്ള് ഷാപ്പൊക്കെ അടിച്ചങ്ങ് പൊളിച്ചു. കള്ളിന്റെ വീപ്പകളതാ കമഴ്ത്തിക്കൊട്ടി. മദീനയുടെ അഴുക്കുചാലിലൂടെ അന്നാണ് മദ്യത്തിന്റെ പുഴ കണ്ടത് എന്ന് ചരിത്രകാരകന്മാര് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഈ മൂന്നാമത്തെ ആയത്തിറങ്ങിയതിന്റെ ശേഷം റസൂലുള്ളാഹിന്റെ മരണം വരെ, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വഫാത്ത് വരെ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മരണം വരെ, ഉസ്മാൻ തങ്ങളുടെ മരണം വരെ, അലിയാരുടെ മരണം വരെ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടം വരെയും ഒരാളും മദ്യം കുടിച്ചിട്ടില്ല, ഒരു കള്ള് ഷാപ്പും ഉണ്ടായിട്ടില്ല. ലോകത്ത് ആദ്യമായി മദ്യം നിർത്തി കാണിച്ചു കൊടുത്ത ഏകരാജ്യം മദീനയാണ്. അതിന്റെ നേതാവ് റഹ്മത്തുൽ ആലമീൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുഹമ്മദ് നബി അല്ലേ ലോക നവോത്ഥാന നായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് പറഞ്ഞു ഇസ്ലാം ഏറ്റവും അധികം വെറുക്കപ്പെട്ട ഒരു കാര്യമാണ് പലിശ. പാടില്ലെന്ന് പറഞ്ഞു. പലിശയില്ലാത്ത രാജ്യമായി മദീനയെ മാറ്റിക്കൊടുത്തു. എന്നാൽ അടുത്ത ദിവസം ഒരു സെമിനാറിൽ പോയപ്പോ പലിശക്കെതിരെ ഞാനിങ്ങനെ പ്രസംഗിച്ചപ്പോ ഒരാള് എന്നോട് ചോദിച്ചു, ഞാനന്ന് OBC കമ്മീഷന്റെ മെമ്പറും കൂടിയായിട്ട് ഇരിക്കുന്ന ആ സമയം, ഇപ്പുറത്തേക്ക് ഒരാൾ എന്നോട് ചോദിച്ചു, സാർ പലിശയില്ലാത്ത വ്യവസ്ഥിതി ലോകത്ത് നടക്കുമോ? അത് അൺപ്രാക്ടിക്കൽ അല്ലേ? അങ്ങനെ ഒരു ലോകം നിലനിൽക്കോ? ഞാൻ പറഞ്ഞു നിലനിൽക്കും. മദീന പണ്ട്, അത് പണ്ടല്ല, ഇപ്പോഴും ഉണ്ടല്ലോ. പല ഗൾഫ് നാടുകളിലും ഇസ്ലാമിക് ബാങ്ക് നിലവിൽ വന്നു കഴിഞ്ഞു. പലിശയില്ലാതെയും ലോൺ കൊടുക്കും, പലിശയില്ലാത്ത അക്കൗണ്ട് ഉണ്ടാക്കും, പലിശയില്ലാതെ ഈ സംവിധാനങ്ങളൊക്കെ നടക്കും എന്ന് കാണിച്ചു കൊടുക്കുന്ന ബദൽ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന പലിശ ഇല്ലാതെയാക്കി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊലപാതകമില്ലാത്ത രാജ്യമായി മദീന മാറി, വ്യഭിചാരം ഇല്ലാത്ത നാടായി മദീനയെ മാറ്റി ഹബീബായ തങ്ങൾ. തങ്ങളുടെ മരണം വരെ പിന്നൊരു വ്യഭിചാരം ഉണ്ടായില്ല. 2 വ്യഭിചാര കേസാണ് റസൂലുള്ളാഹിന്റെ കാലത്ത് റിപ്പോർട്ട് ചെയ്തത്. ഒന്നൊരു പെണ്ണ് ഒരിക്കൽ ഹബീബായ തങ്ങളെടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ വ്യഭിചരിച്ചു, എനിക്ക് പിടിച്ചാൽ കിട്ടിയില്ല നബിയെ, ഒരു അന്യ പുരുഷനുമായി ഞാൻ ശാരീരിക വീഴ്ചയിൽ ഏർപ്പെട്ടു, തങ്ങളെ എന്നെ എറിഞ്ഞു കൊല്ലണം. വ്യഭിചാരത്തിന് ഇസ്ലാം കൊടുത്ത ശിക്ഷ അതാണ്. വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ 100 അടിയടിക്കും, നാറ് കടത്തും. അത് ഇസ്ലാമിന്റെ കർശന ശിക്ഷയാണ്. അങ്ങനെ അധികമൊന്നും കൊല്ലലും വരില്ല, അങ്ങനെ അധികമൊന്നും നാട് കടത്തലും വരില്ല. ആ ശിക്ഷ എന്ന് പറയുമ്പോ ശിക്ഷയാൽ ശിക്ഷ പേടിക്കണം, ആൾക്കാർ ഭയപ്പെടണം, അല്ലാതെ കൊയ്ത്ത് കൊണ്ട് തട്ടലാവരുത് ശിക്ഷ, കേട്ടോ. അതിനെ പറ്റിയൊന്നും ഞാനിപ്പോ അങ്ങോട്ടൊന്നും കടക്കണില്ല. അപ്പോ ഹബീബായ തങ്ങളോട് പറഞ്ഞു, തങ്ങൾ എന്നെ എറിഞ്ഞു കൊല്ലണം പറഞ്ഞു പെണ്ണ്. ഇസ്ലാമിൽ വ്യഭിചരിച്ചതിന് 4 വിറ്റ്നസ് വേണം, 4 ആള് കണ്ണുകൊണ്ട് പരസ്യമായിട്ട് കാണണം. അപ്പൊ ചോദിക്കും, എന്റെ ഉസ്താദ് അങ്ങനെ ഒരു വ്യഭിചാരം ഉണ്ടാകുമോ? ഇതൊക്കെ കാണിച്ചു കൊടുത്ത് ചെയ്യാൻ പറ്റില്ല. വേണ്ട, ഇന്ന് കുറെ ആൾക്കാരുണ്ട്, ഒരുത്തന്റെ പിന്നാലെ ഇങ്ങനെ പോവുക, അവൻ കണ്ടുപിടിക്കണുണ്ടോ പിന്നാലെ നടക്കുക, അത് ഇസ്ലാമിലില്ല. അവൻ വ്യഭിചരിക്കണുണ്ടോ പിന്നാലെ നോക്കുക. നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത് ഒരാളുടെ രഹസ്യം, നിങ്ങൾ ചാരപ്രവർത്തനം നടത്തരുത്, ഇസ്ലാമിനെ വിരോധിച്ചിട്ടുണ്ട്. നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടെങ്കിൽ മാത്രം സാക്ഷി പറഞ്ഞാൽ മതി. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കാനും നിങ്ങൾ സാക്ഷിയായി നിൽക്കാനും വേണ്ടിയിട്ടൊന്നും നടക്കണ്ട. ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ പെണ്ണ് വന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചു, നീ ഗർഭിണിയാണോ? അതെ. നബിയോട് പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്. ബീബായ തങ്ങൾ പറഞ്ഞു, നീ ഗർഭം ചുമക്കുന്ന സമയത്ത് നിന്നെ കൊല്ലൂല, നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് നിരപരാധിയാണ്, അതുകൊണ്ട് നിന്നെ കൊല്ലൂല, നീ ഗർഭം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞു വാ എന്ന് പറഞ്ഞു. ആ പെണ്ണങ്ങ് പോകുമ്പോ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്,
യാ റസൂലല്ലാഹ്, ആ പെണ്ണിന് വരുമോ നബിയെ? കൊല്ലാനല്ലേ തങ്ങൾ പറഞ്ഞയച്ചത്, ആ പെണ്ണിന് വരുമോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഉമറേ വരും. അവിടുന്ന് കുറച്ചു കാലം കഴിഞ്ഞ് ആ പെണ്ണ് പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോ ഒരു കുട്ടിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒരു കുട്ടിനെ അമ്മക്കും വെച്ചിട്ട് ആ കുട്ടിയുടെ കയ്യിൽ ഒരു പത്രിയുടെ പൊട്ടും കൊടുത്തിട്ട് ആ പെണ്ണ് വന്നു. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഇനി എന്നെ കൊല്ലാതിരിക്കരുത്, എന്നെ എറിഞ്ഞ് കൊല്ലണേ. എന്റെ കുട്ടിയുടെ മുലകുടി പ്രായം കഴിഞ്ഞു പോയി, എന്റെ കുട്ടി പത്തിരി തിന്നുന്ന കാലത്തിലെത്തി. ഇനി തങ്ങൾ എന്നെ റിജക്ട് ചെയ്യരുത്, മടക്കരുതെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്നാൽ എറിഞ്ഞു കൊല്ലാനോടൊരുട്ടു. അങ്ങനെ ഒന്ന് രണ്ട് സംഭവമേ നബി തങ്ങളുടെ ഹയാത്ത് കാലത്തുള്ളൂ. ബാക്കി പിന്നെ വ്യഭിചാരം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകത്ത് കള്ളില്ലാത്ത നാടായി മദീന, ലോകത്ത് വ്യഭിചാരമില്ലാത്ത നാടായി മദീന, ലോകത്ത് പലിശയില്ലാത്ത നാടായി മദീന, ലോകത്ത് കൊലപാതകമില്ലാത്ത നാടായി മദീന. മദീനയെ മാറ്റിയത് ലോകത്തിന്റെ നവോത്ഥാന വിപ്ലവ നായകനാണ് നബി മുഹമ്മദ്. 1500ന്റെ നിറവിൽ നിന്നുകൊണ്ട് ആ റസൂലുള്ളാഹിനെ എത്ര പറഞ്ഞാലും മതിയാവൂല. ആ നബി തങ്ങൾ വരുത്തിയ പരിവർത്തനം 23 കൊല്ലം കൊണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയുമ്പോ ലോകത്തിന് ഒന്നും ബാക്കിയില്ല. എല്ലാ മേഖലയും ഹബീബായ തങ്ങൾ കൈവച്ചു. നബി തങ്ങൾ കൈവെക്കാതെ പൂർത്തീകരിക്കാത്ത ഒരു മേഖലയും ലോകത്തില്ല. ഏത് വേണമെങ്കിലും എടുത്തോ, എല്ലാത്തിനും. അതാണ് ഖുർആൻ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എല്ലാത്തിലും നബി തങ്ങൾ നമുക്ക് മാതൃകയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കണം, ഒരു സദസ്സിൽ എങ്ങനെ ഇരിക്കണം എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളെ എങ്ങനെ ചിരിക്കാവൂന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. എങ്ങനെങ്കിലും ചിരിക്കാൻ പറ്റില്ല. സന്തോഷം വരുമ്പോ ചിരി വരും, ഓക്കെ. ആ ചിരി ഇസ്ലാമിൽ ഇല്ല. പൊട്ടിച്ചിരി ഇസ്ലാമിലില്ല. പുഞ്ചിരി. ഹബീബായ തങ്ങൾ ഏതെത്ര വലിയ സന്തോഷം വന്നാലും അവിടുത്തെ മുൻപല്ലിന്റെ കളർ കാണുന്ന രൂപത്തിലെ ചിരിക്കാറുള്ളൂ എന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തിയതായി കാണാം. ഇനി നബി തങ്ങൾക്ക് വിഷമം വന്നാലോ നെഞ്ഞത്തടിച്ച് നിലവിളിക്കൽ ഇസ്ലാമിലില്ല. തലമ തല്ലിക്കരയിൽ ഇസ്ലാമിലില്ല. വസ്ത്രം പറിച്ച് ചീന്തിക്കരയിൽ ഇസ്ലാമിലില്ല. ബാപ്പ മരിച്ചു എന്ന് കേട്ടാലും, ഭാര്യ മരിച്ചു എന്ന് കേട്ടാലും, മക്കൾ മരിച്ചു എന്ന് കേട്ടാലും, ഉടപ്പറപ്പ് മൗത്തായി പോയി എന്ന് കേട്ടാലും ദുഃഖം വരും. അത് ആർക്കും വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു എന്ന കുട്ടി മരിച്ചപ്പോൾ ആ കുട്ടിയുടെ മയ്യത്ത് നബി തങ്ങൾ നിസ്കരിച്ചിട്ട് നബി തങ്ങൾ തന്നെ ആ കുട്ടിയുടെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുമ്പോൾ സ്വഹാബത്ത് റസൂലുള്ളാഹിനെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. നബി തങ്ങളുടെ ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഖാസിം എന്ന കുട്ടി ചെറുപ്പത്തിൽ മരിച്ചുപോയി. അബ്ദുള്ള എന്ന കുട്ടി ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഇബ്രാഹിം എന്ന കുട്ടി ചെറുപ്പത്തിൽ മരിച്ചുപോയി. ആ കുട്ടിയുടെ മയ്യത്ത് ഖബറിൽ വെക്കുമ്പോ ഹബീബായ തങ്ങൾ കരയാണ്. കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുകയാണ് താടിരോമങ്ങളിലൂടെ. അത് മണ്ണിലോട്ട് വീഴുകയാണ്. ഇത് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കണ്ടിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, തങ്ങൾ അല്ലാഹുവിന്റെ നബിയല്ലേ, അല്ലാഹുവിന്റെ റസൂലിനെ കരയാൻ പാടുണ്ടോ? ഉമർ ബിൻ ഖത്താബിനെ വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, കണ്ണുനീര് റൗഫത്താണ്, അനുഗ്രഹമാണ് ഉമറേ. അത് നേച്ചുറലാണ്, പ്രകൃതിപരമാണ് ഉമറേ. അത് വരുന്നതിൽ തെറ്റില്ല, കരയുന്നതിലും തെറ്റില്ല. പക്ഷേ നെഞ്ചത്തടിച്ച് കൂക്കി വിളിക്കരുത്, തലമ്മത്തല്ലി കളയരുത്, അലറി വിളിച്ചുകൊണ്ട് കരയരുത്. അത് ഇസ്ലാമികമല്ലാതെ അല്ലാഹു വിരോധിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കരച്ചിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇവിടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചിരി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇവിടെ. ഒരു മുസ്ലിം എങ്ങനെ ചിരിക്കാവൂ, ഒരു മുസ്ലിം എങ്ങനെ നടക്കാവൂ, ഒരു മുസ്ലിം എങ്ങനെ ഉറങ്ങാവൂ, ഒരു മുസ്ലിം എങ്ങനെ ഭക്ഷണം കഴിക്കാവൂ, അതിന്റെ ക്വാളിറ്റി എത്രയാവണം, ക്വാണ്ടിറ്റി എത്രയാവണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്.